അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, റമളാനിലെ അവസാനത്തെ 10 വളരെ വിലപിടിച്ച ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മളുടെ ആരാധനാപരമായ വിഷയങ്ങൾ, നോമ്പ് നോൽക്കുന്നതും നമസ്കരിക്കുന്നതും ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതും അതുപോലെ മറ്റു ഇതര പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വിശ്വാസികളും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അതിൻ്റെ സ്വീകാര്യതക്കുള്ള മാനദണ്ഡമായി പഠിപ്പിക്കുന്ന കാര്യം എന്താണ്, അതോരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. ആ ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായമുണ്ട്, സൂറത്ത് ഇസ്രാ. അതിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് വസഅലഹ സഹയഹ, അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനം ചെയ്താൽ വഹുവ മുഅ്മിൻ, അവൻ ഈമാനുള്ള വിശ്വാസമുള്ള അവസ്ഥയിൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവൻ്റെ പ്രവർത്തനം ശുക്രോടുകൂടി, നന്ദിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അതൊരു പുണ്യകർമ്മമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ ഒരു നിബന്ധനയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നല്ല ഉദ്ദേശത്തോടു കൂടി പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ഒരു പ്രവർത്തനം നിർവഹിക്കേണ്ടത്. രണ്ടാമത്തേത്, നമുക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കില്ല, അത് പ്രവാചകൻ്റെ സുന്നത്ത് പ്രകാരം അതിൻ്റേതായ രൂപത്തിൽ പ്രവർത്തിക്കണം. മൂന്നാമത്തേത്, വഹുവ മുഅ്മിൻ, അവൻ ഈമാനുള്ള അവസ്ഥയിലായിരിക്കണം, സത്യവിശ്വാസമുള്ള അവസ്ഥയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. 3ഉം നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിലൊന്നാമത് പറഞ്ഞ കാര്യത്തെ മാത്രം ആണ് ഇവിടെ എൻ്റെ ചർച്ചയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചുകൊണ്ട്. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതായത്, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ഷിർക്കുൽ അസ്ഗറിനെ കുറിച്ചാണ്. അത് വളരെ ഗോപ്യമായിട്ട് ഓരോ വിശ്വാസികളിലേക്കും കയറി വരാൻ സാധ്യതയുണ്ട് എന്ന്. അതായത്, ചെറിയ ശിർക്ക് എന്ന് പറയുന്നത് ചെറിയ രൂപത്തിലുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അഥവാ അള്ളാഹുവിനോട് മാത്രം കാണിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ചില പ്രവർത്തനങ്ങൾ മറ്റു സൃഷ്ടികളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കലാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുന്നത് മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അതിനെ ദന്നാക്കിയിട്ട് ഭംഗിയാക്കി നിസ്കരിക്കുകയാണ്. അപ്പോൾ ഹൃദയം എവിടേക്കാണ് പോകുന്നത്? ആളുകൾ ശ്രദ്ധിക്കണമെന്നുള്ളിടത്തേക്കാണ് പോകുന്നത്. അള്ളാഹു ഇത് കാണണം, അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം എന്നുള്ള ഉദ്ദേശം മാറുന്നു. ഞാൻ നോമ്പ് നോൽക്കുകയാണ്, എന്നാൽ എൻ്റെ ഉള്ളിൽ മറ്റുള്ള ആളുകൾ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയട്ടെ എന്ന് ധരിച്ചുകൊണ്ട് എൻ്റെ നോമ്പിനെ ഒരു പ്രകടനാത്മകതയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് എങ്കിൽ ഈ പറഞ്ഞ ലോകമാന്യത അവിടേക്ക് കടന്നു വരികയാണ്. അതേപോലെ ഒരാളെ ഞാൻ സഹായിക്കുകയാണ്, അവരനെ സഹായിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം ആ സഹായം ഏറ്റുവാങ്ങുന്ന കക്ഷി എന്നെ നാളെ കണ്ടാൽ എന്നോടൊരു ആദരവ് കാണിക്കണം, എന്നെ ബഹുമാനിക്കണം, മാത്രമല്ല മറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് ഇന്ന വ്യക്തി എനിക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയണം, വലിയ ഉദാരശീലനാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. ഇതൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ അത് ലോകമാന്യതയാണ്. ആ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നർത്ഥം. ഇത് നമ്മളെ അതിൻ്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ
നാളെ പരലോകത്ത് ആദ്യമായിട്ട് വിചാരണ ചെയ്യുന്ന 3 ആളുകളും നരകത്തിലേക്ക് പോകുമെന്ന്. ആ 3 ആളുകളുടെയും പ്രശ്നം ഒരേ തിന്മയാണ്. എന്താണ് ആദ്യത്തെ വിഷയം? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച വ്യക്തിയാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം നടത്തിയിട്ടുള്ള ജിഹാദ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഈ 3 ആളുകളെയും വിചാരണ ചെയ്യുമ്പോൾ അവരെല്ലാം ഞങ്ങൾ ഇന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, നിങ്ങൾ പറയുന്നത് കളവാണ്. നിങ്ങൾ ധനം ചെലവഴിച്ചത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാരശീലനാണ് എന്ന് ജനങ്ങൾ പറയണം. നീ വലിയ യോദ്ധാവാണ് എന്ന് ജനങ്ങൾ പറയണം. അതിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത് എന്ന്. അതേപോലെ തന്നെ വലിയ പണ്ഡിതനാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം അത് ജനങ്ങളെ അറിയിക്കലായിരുന്നു എന്നർത്ഥം. എന്താണോ നാട്ടിൽ നിങ്ങൾ ആഗ്രഹിച്ചത്, ദുനിയാവിൽ നിങ്ങൾ ആഗ്രഹിച്ചത്, അത് ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓരോ വിശ്വാസികളും ഗൗരവത്തോടു കൂടി എടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ റമദാൻ മാസത്തിൽ ചെയ്യുന്ന ഒരുപാട് ആരാധനകളുണ്ട്. ആ ആരാധനകളൊക്കെ നിഷ്ഫലമായി പോകുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് നമുക്ക് ഇക്കാരണം കൊണ്ട് ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം, അത് ഇതിനേക്കാളും വലിയ ഒരു നഷ്ടം നമുക്ക് വേറെ ഇല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മളുടെ ഉദ്ദേശശുദ്ധി എപ്പോഴും നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മളൊരു സുഹൃത്തിനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് മുതൽ, ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു അപരനായിട്ടുള്ള വ്യക്തിക്ക് ഒരു സഹായം ചെയ്യുന്നത് മുതൽ എന്തൊക്കെ നമുക്ക് പഠിപ്പിക്കപ്പെട്ട പുണ്യങ്ങളുണ്ടോ ആ പുണ്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടി ചെയ്യാൻ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ജാഗ്രത കാണിക്കണം എന്നർത്ഥം. ഈ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത കാണിച്ച ഒരു സമൂഹമാണ് സ്വഹാബികളുടെ സമൂഹം. അതായത് മുഹമ്മദ് നബിയെ നേരിൽ കണ്ട് മുഹമ്മദ് നബിയിൽ നിന്ന് നേരിട്ട് മതം പഠിച്ച ആ അനുചരന്മാർ, അവർ ഈ വിഷയത്തിൽ വളരെ ജാഗ്രത അവർ പുലർത്തിയിരുന്നു. അവർ ഏറെ ഭയപ്പെട്ട ഒരു വിഷയം ഈ ഒരു വിഷയമായിരുന്നു. അവർ പറയാറുണ്ട് എന്നർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പ്രയാസമുണ്ടാക്കുന്ന, വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലേക്ക് അത്രമാത്രം ഒരു ത്യാഗപരിശ്രമം സ്വന്തം നഫ്സിനോട് ഏറ്റവും വലിയ ജിഹാദായിക്കൊണ്ട് പരിചയപ്പെടുത്തിയ ഒരു വിഷയമായിക്കൊണ്ടാണ് അവരതിനെ കണ്ടിട്ടുള്ളത്. അതായത് നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഉദ്ദേശശുദ്ധിയെ സംരക്ഷിക്കുക, നമ്മളുടെ പ്രവർത്തനങ്ങളിൽ വന്നുപോകുന്ന ഈ രൂപത്തിലുള്ള ലോകമാന്യത അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ത്യാഗമായ ഒരു പരിശ്രമം തന്നെയാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇതേ രൂപത്തിൽ തന്നെ അവരുടെ പിൻഗാമികളായിട്ടുള്ള താബിഈങ്ങൾ സ്വഹാബികളെ നേരിൽ കണ്ട് അവരിൽ നിന്ന് മതം പഠിച്ച ആളുകളെയും നമുക്ക് ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എത്ര സ്വഹാബിമാരുടെ പേരുകൾ നമുക്കറിയാം. ലക്ഷക്കണക്കിന് സ്വഹാബികൾ പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ചുരുക്കം ചില സ്വഹാബികളുടെ പേര് മാത്രമാണ് നമ്മൾ വായിക്കുകയും നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ തന്നെ താബീങ്ങളിലും അറിയപ്പെടാത്ത എത്രയോ ആളുകളുണ്ട്. അവരറിയപ്പെടാത്തതിൻ്റെ കാരണമായിക്കൊണ്ട് ചില ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇമാം ലാലിക്കായി അദ്ദേഹത്തിൻ്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ വിശ്വാസം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ അബ്ദുല്ലാ ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മക്കയിൽ വളരെയധികം മഴ ലഭിക്കാതെ വലിയ പ്രയാസം നേരിട്ടിരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഭരണാധികാരി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉത്തരവിടുകയാണ്. അങ്ങനെ എല്ലാവരും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിനു വേണ്ടി മക്കയിൽ കഅബാലയത്തിൽ ഒരുമിച്ചുകൂടി. അവരെല്ലാവരും പ്രാർത്ഥിച്ചു, പക്ഷെ മഴ ലഭിച്ചില്ല. അങ്ങനെ മഴ ലഭിക്കാതിരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ദുർബലനായിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരു അടിമയായിട്ടുള്ള ഒരു വ്യക്തി കഅബാലയത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾ നിന്നോട് മഴ ചോദിച്ചു, ഞങ്ങൾക്ക് മഴ തടയപ്പെട്ടിരിക്കുകയാണ്. ഞാനിതാ ഉറപ്പായിട്ടും ചോദിക്കുന്നു, അള്ളാഹു ഞങ്ങൾക്ക് മഴ നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ആ മഴയ്ക്ക് വേണ്ടി ഞാൻ തേടുകയാണ് എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായി പിന്നീട് അവിടെ മഴ വന്നു. അതെല്ലാം അബ്ദുല്ലാ ഇബ്നു മുബാറക് റഹിമഹുല്ലാ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ആ മഴ ലഭിച്ചതിന് ശേഷം ഈ പ്രാർത്ഥന നടത്തിയ ആ ദുർബലനായിട്ടുള്ള യുവാവ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അന്നേരം ആ യുവാവ് എവിടേക്കാണ് പോയത് എന്നറിഞ്ഞ് അതിൻ്റെ പുറകെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ള സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോയി അദ്ദേഹം കയറിയ ഒരു വീട് അത് അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു അടിമയാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ വീട്ടിൽ പോയി ഏതാനും ദിർഹമുകൾ എടുത്തുകൊണ്ട് അവരുടെ ആ അടിമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ യജമാനനോട് ചോദിച്ചു, എനിക്ക് ചില അടിമകളെ എനിക്ക് വാങ്ങണമെന്നുണ്ട്, നിങ്ങൾക്ക് അടിമയുണ്ടോ എന്നാണ്. അപ്പോൾ കുറേ അടിമകളെ വരിയായി നിർത്തി. അതിൽ ഇദ്ദേഹം ആ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ വ്യക്തിയെ കാണാൻ സാധിച്ചില്ല. അന്നേരം അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് വീണ്ടും അവിടെ ചോദിച്ചു, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ വല്ല അടിമയുണ്ടോ എന്ന്. അങ്ങനെ ഒരടിമയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അവരെ കൊണ്ടൊരു ഉപകാരവും ഉണ്ടാവുകയില്ല, കാരണം ദുർബലനാണ്, ആരോഗ്യം ഉള്ള വ്യക്തിയല്ല എന്ന് പറഞ്ഞു. അനാരോഗ്യമുള്ള അസുഖമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ള അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച അതേ വ്യക്തിയാണ്. ആ വ്യക്തിയെ ഇദ്ദേഹം ആ ദിർഹം കൊടുത്തുകൊണ്ട്, ഏതാനും ദിർഹം കൊടുത്തുകൊണ്ട് അവരെ വിലക്ക് വാങ്ങി. അതിനുശേഷം അവരെ മോചിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ള അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഈ അടിമ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് നിങ്ങൾ വിലക്ക് വാങ്ങിയത്? എൻ്റെ ശരീരം ദുർബലത കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്, എനിക്ക് അനാരോഗ്യമുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പണിയുമെടുക്കാൻ സാധിക്കുകയില്ല, ഒരു ഉപകാരവുമില്ലാത്ത, നിങ്ങൾക്കൊരു ഉപകാരവുമില്ലാത്ത എന്നെ എന്തിനാണ് നിങ്ങൾ വിലക്ക് വാങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ള നൽകിയ മറുപടി, നിങ്ങൾ ഇന്നലെ നടത്തിയ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചു, മഴ ലഭിക്കുകയും ചെയ്തു, അതുകൊണ്ട് നിങ്ങളെ വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അന്നേരം അദ്ദേഹം ഭയപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം ആ പോകുന്ന വഴിയിൽ അവിടെയുള്ള ഒരു ചുമരിലേക്ക് ചേർന്നു നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്നെ നീ തിരിച്ചു വിളിക്കണേ, എന്നെ നീ മരിപ്പിക്കണേ, എന്നെ നീ മഷ്ഹൂറാക്കരുതേ എന്നാണ്, എന്നെ നീ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നവനാക്കല്ലേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ആ യാത്രയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മരണപ്പെടുത്തിയെന്നാണ്, അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു എന്നാണ്. കാരണം അദ്ദേഹം രോഗിയാണ്, അത്രമാത്രം രോഗമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കല്ലേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ കാരണം, അറിയപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങളുടെ പുകഴ്ത്തലുകളും പ്രശംസയുമൊക്കെ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഞാൻ തരക്കേടില്ല എന്ന ചിന്തയിലേക്ക് വീണുപോകും. അങ്ങനെ ഞാൻ തരക്കേടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ആ ഒരു ത്വര അവരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഹൃദയത്തെ തിരിക്കേണ്ടതിന് പകരം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള പുറത്തേക്ക് മാത്രമുള്ള ഒരു പ്രവർത്തനമായിട്ട്, ഒരു പ്രകടനാത്മകതയിലേക്ക് അത് മാറിപ്പോകുന്ന അവസ്ഥ വരും. അത് നമ്മളുടെ എല്ലാ അമലുകളെയും നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നായിക്കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ള ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിപ്പിച്ചു തന്നുകൊണ്ട് നമുക്ക് അത് വിശദീകരിച്ചു തരികയാണ് എന്നർത്ഥം. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നതാരാ? ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ളയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ള ജനങ്ങൾക്കിടയിൽ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആളുകൾ ഒരുപാട് പ്രശംസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയത്തിലുള്ള നന്മ കരസ്ഥമാക്കാൻ വേണ്ടി ജനങ്ങളെ പഠിപ്പിക്കാനും ആശയങ്ങൾ കൈമാറാനുമൊക്കെ ഒരുപാട് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്. എന്നാൽ തിരിച്ചോ, അറിയപ്പെടാത്ത ആളുകൾക്കിടയിൽ വലിയ വിശ്രുതനല്ലാത്ത ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം സ്വയമായി കൊണ്ട് തന്നെ തീരുമാനമെടുക്കുകയാണ്, എനിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അറിയിക്കേണ്ടതില്ല, കാരണം അത് എൻ്റെ അമലുകളെ, എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് ആ ഒരു വിശ്വാസി അവിടെ കരുതിയത് എന്നർത്ഥം. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഹാറൂൺ റഷീദിയുടെ ഭരണകാലം, അതായത് മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ
ആ മഴക്കാറിനെ നോക്കിക്കൊണ്ട് ഹാറൂൺ റഷീദി പറയാറുണ്ടായിരുന്നു എന്നാണ്. നിങ്ങളെവിടെ ഈ മഴ എവിടെ പെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ടാക്സ് എൻ്റെ കൈകളിലേക്ക് എത്തും, എവിടെ വേണമെങ്കിലും ഈ മഴ പെയ്തോളൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇസ്ലാമിക സാമ്രാജ്യം വളരെ അധികം വിപുലമായി കൊണ്ട് വളരെ പടർന്നു പന്തലിച്ച അവസ്ഥയിലാണ് ഹാറൂൺ റഷീദിയുടെ ഭരണം നടക്കുന്നത്. അത്രമാത്രം അധികാരത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒരു തലവനായിരുന്ന ഭരണാധികാരിയായിരുന്ന ഹാറൂൺ റഷീദിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ്. അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ പരിവാരത്തോടു കൂടി ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടേക്ക് അബ്ദുല്ലാ ഇബ്നു മുബാറക് റഹിമഹുള്ള കടന്നു വരുന്നത്. ഈ അബ്ദുല്ലാ ഇബ്നു മുബാറക് റഹിമഹുള്ള ആ ഒരു പ്രദേശത്തേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ടായപ്പോൾ പൊടിപടലങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയരുന്നതാണ് അദ്ദേഹം കാണുന്നത്. എന്താ പൊടിപടലങ്ങൾ ആകാശത്തേക്ക് ഉയരാൻ കാരണം? അബ്ദുല്ലാ ഇബ്നു മുബാറക്കിൻ്റെ വരവിനെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞ് അവിടെ തടിച്ചുകൂടി ഓരോ ആളുകളും അബ്ദുല്ലാ ഇബ്നു മുബാറക്കിനെ കാണാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ജനത്തിരക്ക് കൊണ്ടാണ് അങ്ങനെ പൊടിപടലങ്ങൾ അവിടെ ഉയർന്നു വരാൻ സാഹചര്യമുണ്ടായത്. അന്നേരം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഉമ്മ ഈ രാജാവിനോട് ഭരണാധികാരിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് അദ്ദേഹം? അപ്പോൾ പറഞ്ഞു, അത് അബ്ദുല്ലാ ഇബ്നു മുബാറക്കാണ്, വലിയ പണ്ഡിതനാണ്, ജനങ്ങൾക്കിടയിൽ ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞു, വല്ലാഹി അള്ളാഹുവാണ് സത്യം, ഹാദൽ മുൽക്ക്, ഇതാണ് യഥാർത്ഥത്തിൽ രാജത്വം, രാജാധിപത്യം എന്ന് പറഞ്ഞു എന്നാണ്. അതായത് എൻ്റെ മകനുള്ളതല്ല ശരിക്കും ആധിപത്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ജനങ്ങൾ ഈ രൂപത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്ന അബ്ദുല്ലാ ഇബ്നു മുബാറക് റഹിമഹുള്ളയോട് ജനങ്ങൾ കാണിക്കുന്ന ആദരവ്, സ്നേഹം, ബഹുമാനം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആധിപത്യമെന്ന് ആ ഉമ്മ പറഞ്ഞു എന്ന. സഹോദരങ്ങളെ, ഇതാരാണ് ഇങ്ങനെയുള്ള ഒരു ഇസ്സത്ത്, ഇങ്ങനെയുള്ള ഒരു പ്രതാപം അബ്ദുല്ലാ ഇബ്നു മുബാറക്കിന് ഇട്ടുകൊടുത്തത്? അതുപോലെ തന്നെ ജനങ്ങളുടെ സ്നേഹം, ഈ രൂപത്തിലുള്ള സ്നേഹം ഇട്ടുകൊടുത്തത് ആരാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലൂടെ പറയുന്നുണ്ട്, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരം ഇഷ്ടം ജനങ്ങൾക്ക് ജനങ്ങളുടെ ഇഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുമെന്നാണ്. ആ ഇഷ്ടം ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം ലഭിച്ച ഒരു മഹാപണ്ഡിതനാണ് അബ്ദുല്ലാ ഇബ്നു മുബാറക് റഹിമഹുള്ള. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ വിഷയവുമായിട്ട് ചരിത്രത്തിനുള്ള ബന്ധം. അബ്ദുല്ലാ ഇബ്നു മുബാറക് റഹിമഹുള്ളയാണ് നമുക്ക് ഈ ഒരു സംഭവം, അതായത് മക്കയിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എന്നെ ജനങ്ങൾക്കിടയിൽ വിശ്രുതനാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേ അബ്ദുല്ലാ ഇബ്നു മുബാറക് റഹിമഹുള്ളയാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയ, ജനങ്ങളെല്ലാം ഏറെ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലുള്ളത്. അതായത് നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഹൃദയത്തെ ലോകമാന്യതയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്നുണ്ട് എങ്കിൽ അതിന് വളരെ ഗൗരവമായ നിലക്ക് തന്നെ നമ്മൾ പരിശ്രമം നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന തന്നെ ഈ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്ന തിന്മകളിൽ നിന്ന്, ഷർറിൽ നിന്ന്, അതുപോലെ തന്നെ അറിയാതെ നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ഇതാ രക്ഷ തേടുന്നു എന്ന. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഈ ലോകമാന്യതയാകുന്ന ഈ ഒരു ചെറിയ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് അർത്ഥം. ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ സദാസമയവും ഉരുവിടേണ്ടതുണ്ട്. കാരണം എന്താണ്? നമ്മളൊന്ന് ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എത്ര ജുസ്, എത്ര ഭാഗം നിങ്ങൾ പാരായണം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇത്ര ഞാൻ പാരായണം ചെയ്തു എന്ന് കാണിക്കാനുള്ള ഒരു അഭിവാഞ്ഛ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അതാണ് ലോകമാന്യത എന്ന് പറയുന്നത്. അതാണ് ചെറിയ ശിർക്ക് എന്ന് പറയുന്നത്. പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് അമലുകൾ ചെയ്യേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ഉദ്ദേശം തെറ്റിപ്പോകുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് ആളുകളെ കേൾപ്പിക്കാനാണ് എന്ന രൂപത്തിലേക്ക് അത് വഴിമാറിപ്പോകുന്ന സാഹചര്യമുണ്ടാകും. പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയി നിങ്ങൾ എത്ര ഈ റമദാൻ മാസത്തിൽ ഖുർആൻ ഓതി എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ എന്തിനറിയണം? ഇത് ഞാനും എൻ്റെ റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്.
ഞാനും എൻ്റെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട, ഞാനും എൻ്റെ പരിപാലകനുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തിന് ഞാൻ നിങ്ങളെ അറിയിക്കണം എന്ന് അവർ മറുപടി പറഞ്ഞിരുന്നു. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും, ഞാൻ ഓതിയിട്ടുള്ളത് ദാ ഇത്ര ഓതി, ഒരു ദിവസം ഇത്ര ഞാൻ ഓതുന്നുണ്ട്, ഈ രാത്രികളിൽ ഞാൻ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാണിക്കുന്ന, പ്രകടിപ്പിക്കുന്ന, അള്ളാഹുവിനോട് നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഒരു സൃഷ്ടിയുടെ മുമ്പിൽ വകവെച്ചു കൊടുക്കുന്ന മാനസിക അവസ്ഥക്ക് പറയുന്ന പേരാണ് ലോകമാന്യത എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ തുടക്കത്തിൽ സൂചിപ്പിച്ച സൂറത്ത് ഇസ്രായിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നമ്മളുടെ ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ നിബന്ധനയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച വിഷയം വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് അമലുകൾ ചെയ്താൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു വിഷയം ലോകമാന്യത എന്നർത്ഥം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു പ്രാമാണിക ഗ്രന്ഥമായിട്ട് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് ഏതാ? ഏറ്റവും ആദ്യം തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഹദീസ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇന്നമൽ അഅമാലു ബിന്നിയ്യ എന്ന് പറയുന്ന ഹദീസാണ്. അതായത് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ, ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെന്നുള്ള ആത്മാർത്ഥമായ രൂപത്തിൽ അള്ളാഹുവിനോട് മാത്രം നമ്മൾ കാണിക്കേണ്ട, അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം വകവെച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വികാരം ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള വിഷയം. അങ്ങനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു മാനസിക അവസ്ഥ നമ്മളിലുണ്ട് എങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഹൃദയത്തെ തിരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഒരു അയൽവാസിയുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളെ, എന്തിനേറെ നമ്മളെ പരിചയമില്ലാത്ത ആളുകൾ പോലും നമ്മുടെ അടുക്കലിലേക്ക് ഒരു സംഭാഷണത്തിന് വേണ്ടി വരുമ്പോൾ അവരുമായിട്ട് നമ്മൾ കാണിക്കുന്ന വൈയക്തികമായിട്ടുള്ള ബന്ധം പോലും അവിടെ നമ്മൾ അത് ദൈവികമായിട്ട് ബന്ധപ്പെടുത്താൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. അപ്പോൾ കപടമുക്തമായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ അവകാശിയാകാൻ അന്നേരം നമുക്ക് സാധിക്കും. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ റമദാനിൻ്റെ പുണ്യ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ, നല്ല നിയ്യത്തോടുകൂടി, ഉദ്ദേശശുദ്ധിയോടുകൂടിയിട്ട് പരലോകം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ പുണ്യപ്രവർത്തനങ്ങളും ചെയ്യാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.